ഈ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് വന്നത് ഒരു റൂൾ വഴി കൂടിയാണ്. ചാർഗാഫ്സ് റൂൾ എന്നാണ് പറയാം. സോ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ ആ സ്ട്രക്ചറും അതുപോലെ നമ്മുടെ ചാർഗാഫ്സ് റൂൾ ഇതൊക്കെ ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോ എന്താണ് ചാർഗാഫ്സ് റൂൾ? ചാർഗാഫ്സ് റൂൾ എന്ന് പറഞ്ഞാൽ 1950 എർവിൻ ചാർഗാഫ് ഈ നൈട്രജൻ ബേസുകളെ ജനറലൈസ് ചെയ്തു. സോ നൈട്രജൻ ബേസുകൾ എങ്ങനെയാണ്, അവരുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് ഒന്ന് ജനറലൈസ് ചെയ്തു. അതിൻ്റെ ബേസിൽ എർവിൻ ചാർഗാഫ് 1950 പ്രപ്പോസ് ചെയ്ത റൂളാണ് ചാർഗാഫ്സ് റൂൾ. ചാർഗാഫ് റൂളിൽ പറയുന്നത് എത്രയാണ്? പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ് ഒക്കർ ഇൻ ഈക്വൽ എമൗണ്ട് ഇൻ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA എടുത്തു കഴിഞ്ഞാൽ പ്യൂരിനും പിരിമിഡിനും ഈക്വൽ എമൗണ്ടിലാണ് കാണപ്പെടുക. നമ്മൾ പറഞ്ഞിരുന്നു ഒരു സ്ട്രാൻഡിൽ പ്യൂരിനാണെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ പിരിമിഡിനായിരിക്കും. സോ പ്യൂരിനും പിരിമിഡിനും ഈക്വൽ എമൗണ്ടിലായിരിക്കും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ നമുക്ക് കാണാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ അഡെനിൻ പ്ലസ് ഗ്വാനിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു തൈമിൻ പ്ലസ് സൈറ്റോസിൻ. സോ പ്യൂരിനും പിരിമിഡിനും ഈക്വൽ എമൗണ്ടിലായിരിക്കും കാണുക. അഡെനീനും ഗ്വാനിനും എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ അത് അത്രയും ഈക്വൽ ടു എന്തിനായിരിക്കും? തൈമിൻ ആൻഡ് സൈറ്റോസിൻ. അതായത് എമൗണ്ട് ഓഫ് അഡെനിൻ ഈക്വൽ ടു എമൗണ്ട് ഓഫ് തൈമിൻ, എമൗണ്ട് ഓഫ് ഗ്വാനിൻ ഈക്വൽ ടു എമൗണ്ട് ഓഫ് സൈറ്റോസിൻ. നമ്മൾ പറഞ്ഞതാണ് അഡെനിൻ തൈമിൻ 2 ഹൈഡ്രജൻ ബോണ്ട്, ഗ്വാനിൻ സൈറ്റോസിൻ 3 ഹൈഡ്രജൻ ബോണ്ട്. സോ അഡെനിൻ ഗ്വാനിൻ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു തൈമിൻ പ്ലസ് സൈറ്റോസിൻ. സോ എത്ര അഡെനിൻ ഉണ്ട് അത്ര തന്നെ തൈമീൻ ഉണ്ടായിരിക്കും, എത്ര എമൗണ്ട് ഓഫ് ഗ്വാനിൻ ഉണ്ടോ അത്ര തന്നെ സൈറ്റോസിൻ ഉണ്ടായിരിക്കും. ഇതാണ് കോംപ്ലിമെൻ്റാരിറ്റി ബേസ് പെയറിൽ. അത് തന്നെയാണ് നമ്മുടെ ചാർഗാഫ്സ് റൂൾ പറയുന്നത്. സോ ബേസ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് കോംപ്ലിമെൻ്റാരിറ്റി അറിയാം, എ അഡെനിൻ തൈമീനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട്. സോ A + T G + C, A+T ഡിവൈഡ് ബൈ G+C ഇതാണ് ബേസ് റേഷ്യോ. A+T ഡിവൈഡ് ബൈ G+C അത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബേസ് റേഷ്യോ ATGC എന്ന് പറഞ്ഞ ബേസ് റേഷ്യോ സ്പെസിഫിക് ആണ് ആൻഡ് കോൺസ്റ്റൻ്റ് ആണ്. ഓരോ സ്പീഷീസിനും അത് ആ സ്പീഷീസിൻ്റെ മാത്രം സ്പെസിഫിക് ആണ്. ആ പറഞ്ഞ ATGC ബേസ് റേഷ്യോ മാറുകയുമില്ല, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റും ആണ്, അതുപോലെ തന്നെ അത് സ്പെസിഫിക് ആണ്. ഓരോ ഡിഫറെൻറ്റ് സ്പീഷീസിനും അത് സ്പെസിഫിക്കുമാണ്, കോൺസ്റ്റൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ATGC എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിനാണെങ്കിൽ 1.52 ആണ്. സോ എല്ലാ ഹ്യൂമൻ ബീയിങ്സിലും ഈ പറഞ്ഞ ATGC റേഷ്യോ 1.52 ആണ്, സ്പെസിഫിക് ആണ്, അതങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം ഈക്കോളയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ATGC റേഷ്യോ 0.93 ആണ്. സോ ഓരോ സ്പീഷീസിനും കോൺസ്റ്റൻ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ATGC A+T ഡിവൈഡ് ബൈ G+C റേഷ്യോ ആയിരിക്കും ഉണ്ടാവുക. ഈ ബേസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് അഡെനിൻ ആൻഡ് തൈമീൻ എന്ന് പറഞ്ഞതും അതുപോലെ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ എന്ന് പറഞ്ഞതും ഇറ്റ് ഈസ് ഈക്വൽ ടു. സോ എത്ര അഡെനിൻ ഉണ്ട് അത്ര തൈമീൻ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എത്ര ഗ്വാനിൻ ഉണ്ട് അത്ര തന്നെ സൈറ്റോസിൻ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ അഡെനിൻ ആൻഡ് തൈമീൻ, നമ്പർ ഓഫ് അഡെനിൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് തൈമീൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആ ബേസ് റേഷ്യോ AT എന്ന് പറഞ്ഞാൽ ബേസ് റേഷ്യോ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതുപോലെ ഗ്വാനിൻ എത്രയുണ്ടോ അത്രയും തന്നെ സൈറ്റോസിൻ ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ATGC എന്ന് പറഞ്ഞതാണ് ബേസ് റേഷ്യോ. ഈ ബേസ് റേഷ്യോ എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്ത് പ്യൂരിൻ ആൻഡ് പിരമിഡിൻ ഈക്വൽ എമൗണ്ടിലാണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA കാണുക എന്നൊക്കെ പ്രപ്പോസ് ചെയ്തത് നമ്മുടെ എർവിൻ ചാർഗാഫ് ആണ്. ഇതാണ് ചാർഗാഫ്സ് റൂൾ.